അഭിനന്ദൻ വർദ്ധമാൻ എന്ന വിംഗ് കമാൻഡറുടെ ധീരതയെപ്പറ്റി ഇന്ന് രാഷ്ട്രം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പോർമുഖത്തെ അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് പ്രചോദനമായി അച്ഛൻ റിട്ടയർ എയർ മാർഷൽ സിംഗക്കുട്ടി വർദ്ധമാൻ എന്ന മുൻ ഇന്ത്യൻ വ്യോമസേന ഓഫീസറുടെ വിശിഷ്ട സേവനങ്ങളെപ്പറ്റിയും മാധ്യമങ്ങൾ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമുണ്ട്. അത് അദ്ദേഹത്തിന്റെ അമ്മയുടേതാണ്. ഡോക്ടർ ശോഭ വർദ്ധമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര്. ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണവർ. ശത്രുരാജ്യത്ത് പിടിക്കപ്പെട്ടിട്ടും വളരെ വിദ്വേഷകരമായ പെരുമാറ്റങ്ങൾക്കും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കും വിധേയനാവേണ്ടി വന്നിട്ടും താൻ വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഒരക്ഷരം പോലും അദ്ദേഹം അവർക്ക് മുന്നിൽ ഉരിയാടിയില്ല. അതിന് അഭിനന്ദൻ കാണിച്ച മനസാന്നിധ്യവും പരിപക്വതയും ഒരളവ് വരെ അദ്ദേഹത്തിലേക്ക് പകർന്നു കിട്ടിയത് തന്റെ അമ്മയിൽ നിന്നുകൂടിയായിരിക്കും. ലോകത്തിലെ യുദ്ധങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ കുപ്രസിദ്ധമായ ലൈബീരിയ, പപ്പുവ ന്യൂഗിനി, ഇറാഖ്, ഐവറി കോസ്റ്റ്, ഹെയ്ത്തി, ലാവോസ് തുടങ്ങിയ സംഘർഷ ഭൂമികളിൽ പോരാട്ടങ്ങളിൽ പരിക്കേറ്റ മൃതപ്രായരാകുന്ന പട്ടാളക്കാർക്കും സിവിലിയൻസിനും വേണ്ട അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടി നിലകൊള്ളുന്ന മെഡിസിൻ സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് അനുബന്ധ വൈദ്യസഹായ സംഘടനകളുടെയും സംഘത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് കഴിഞ്ഞ 14 വർഷങ്ങളായി ഡോക്ടർ ശോഭ. പ്രസിദ്ധമായ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ശോഭ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടുന്നത്. അതിനുശേഷം ലണ്ടനിൽ റോയൽ കോളേജ് ഓഫ് സർജിക്കലിൽ നിന്നും അനസ്തേറ്റോളജിയിൽ MD-യും അവർ കരസ്ഥമാക്കി. തുടർന്ന് ആദ്യം കുറച്ചുകാലം ഇന്ത്യയിൽ തന്നെയായിരുന്നു ഡോക്ടർ ശോഭ പ്രാക്ടീസ് ചെയ്തിരുന്നത്. രണ്ടാം ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലത്ത് ഡോക്ടർ ശോഭ ഇറാഖിലെ സുലൈമാനിയ എന്ന പട്ടണത്തിലായിരുന്നു. അവിടെ വെച്ച് ഒരു ചാവേർ ബോംബാക്രമണത്തിൽ നിന്നും ശോഭ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. യുദ്ധത്തിന്റെ ഭീതിതമായ അനുഭവങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ടിരുന്ന അവിടുത്തെ ജനങ്ങളെ ഡോക്ടർ ശോഭ മാനസിക സ്വാസ്ഥ്യം വീണ്ടെടുക്കാനായി പ്രാണയാമത്തിൽ അടിസ്ഥാന മുറകൾ പരിശീലിപ്പിച്ചു. ഡോക്ടർ ശോഭയുടെ ഈ പരീക്ഷണങ്ങൾ അവരെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരിയാക്കി. ലോക പ്രശസ്തയായ ഒരു അമ്മയുടെ മകൻ കൂടിയാണ് അഭിനന്ദൻ വർദ്ധമാനെന്ന് രാജ്യം മറന്നുപോകരുത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.